ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ആകാശത്തിലെ അടയാളങ്ങളും ബൈബിൾ വീക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആകാശത്തിലെ അടയാളങ്ങളെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? ദൈവം ആകാശത്ത് അടയാളങ്ങൾ സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയെയും സൃഷ്ടിപരമായ പ്രതിഭയെയും സാക്ഷ്യപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെയും അതിലെ നിരവധി ഗാലക്സികളുടെയും വിശാലതയെയും വ്യാപ്തിയെയും കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും തോറും ആ സാക്ഷ്യം കൂടുതൽ ശക്തമായി അനുഭവപ്പെടുന്നു. ദൈവം വലുതായി ചിന്തിക്കുന്നുവെന്ന് പ്രപഞ്ചം നമ്മോട് പറയുന്നു. ദൈവം വൈവിധ്യത്തെ സ്നേഹിക്കുന്നു. ദൈവം വിശ്വസനീയനാണ്. ദൈവം ക്രമവും ഘടനയും സൃഷ്ടിക്കുന്നു. നക്ഷത്രങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. ദൈവം സൂര്യനെ പോലെ പ്രകാശിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ആകാശം രാത്രി തോറും ദൈവത്തിൻ്റെ മഹത്വം ഘോഷിക്കുന്നു. ആകാശത്തിൻ്റെ ചലനങ്ങളാണ് ഭൂമിയിലെ ഋതുക്കളെ നിർവചിക്കുന്നത്. സോഡിയാക്ക് എന്ന വാക്ക് ബൈബിളിൽ കാണുന്നില്ല. സോഡിയാക്ക് എന്ന വാക്ക് ഗ്രീക്ക് പദങ്ങളായ സോഡിയാക്കോസ്, കൈക്ലോസിൽ നിന്നാണ് വന്നത്. അതായത് മൃഗങ്ങളുടെ വൃത്തം അഥവാ മൃഗശാല എന്ന വാക്കുമായി ബന്ധപ്പെട്ട ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സോഡിയാക്ക് എന്ന വാക്ക് ഉത്ഭവിച്ചത്. നമ്മൾ ജ്യോതിഷത്തിലേക്ക് തിരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം പരിശുദ്ധാത്മാവിലൂടെയും ദൈവവചനമായ ബൈബിളിലൂടെയും നമുക്ക് അവിടുന്ന് സത്യവും മാർഗനിർദ്ദേശവും നൽകുന്നു. നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിനാണ് ഇത്. ആകാശത്തിലെ അടയാളങ്ങളെക്കുറിച്ച് ബൈബിൾ വളരെ വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ് നൽകുന്നത്. അത് ജ്യോതിഷത്തെ എതിർക്കുന്നു. എന്നാൽ ആകാശ സംഭവങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതിനെ അംഗീകരിക്കുന്നു. ഈ വിഷയം കൗതുകകരവും സങ്കീർണവുമായ ഒരു വിഷയമാണ്. ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത് പ്രത്യേക കാരണങ്ങളാലാണ്. അവ അടയാളങ്ങളായി വർത്തിക്കുകയും ഋതുക്കളെ അടയാളപ്പെടുത്തുകയും സമയം കണക്കാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ ആകാശഗോളങ്ങൾ മനുഷ്യരാശിയുമായുള്ള ദൈവത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ ഭാഗമാണ്. ബൈബിൾ ജ്യോതിശാസ്ത്രം ജ്യോതിഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഭാഗ്യം പറയലല്ല, സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് അത് കാണിക്കുന്നത്. ബൈബിളിലെ ആകാശ സംഭവങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയിലെ സുപ്രധാന നിമിഷങ്ങളെ സൂചിപ്പിക്കുന്നു. അന്ത്യകാലത്തെ സ്വർഗീയ അനുഭവങ്ങളെ വെളിപാട് പുസ്തകം ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. സൂര്യൻ ഇരുണ്ടുപോകുന്നതും ചന്ദ്രൻ രക്തചുവപ്പായി കാണപ്പെടുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അത്തരം പ്രതിഭാസങ്ങളെ വ്യക്തിപരമായ പ്രവചനത്തിനുള്ള ഉപകരണങ്ങളായിട്ടല്ല, മറിച്ച് പ്രവചന നിവൃത്തിയെക്കുറിച്ച് നമ്മെ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ദൈവത്തിൻ്റെ മാർഗമായിട്ടാണ് കാണുന്നത്. രാശിചക്രത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണം ബൈബിളിൽ വ്യക്തമാണ്. പക്ഷേ പലരും ഈ വിഷയത്തിൽ വേണ്ടത്ര പഠനം നടത്തുന്നില്ല. അടുത്തിടെ യൂറോപ്യൻ നാടുകളിൽ നടത്തിയ ഒരു സർവേയിൽ 25% ക്രിസ്ത്യാനികളും ഒരു പരിധിവരെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഇത് അവിടെയുള്ള യുവജനങ്ങൾക്കിടയിലെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. എല്ലാ ക്രിസ്തീയ സഭകളും ജ്യോതിഷത്തെ ഭാവി കഥനത്തിൻ്റെ ഒരു രൂപമായി കണ്ട് നിരസിക്കുന്നു. അത്തരം ആചാരങ്ങൾക്കെതിരായ ബൈബിൾ മുന്നറിയിപ്പുകളിലേക്ക് സഭ വിരൽ ചൂണ്ടുന്നു. ബൈബിൾ നക്ഷത്രങ്ങളെയും നക്ഷത്രരാശികളെയും കുറിച്ച് പരാമർശിക്കുന്നു, പക്ഷേ ഭാവി പ്രവചിക്കുന്നില്ല. പകരം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ ശക്തിയെ അത് പ്രദർശിപ്പിക്കുന്നു.
ജാതകത്തിൽ ആകസ്മികമായി താല്പര്യം കാണിക്കുന്നതിനെതിരെ സഭാ നേതാക്കൾ പലപ്പോഴും വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കാറുണ്ട്. ദൈവം മാത്രമാണ് നമ്മുടെ പാതകളെ നയിക്കുന്നതെന്ന് സഭ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. നക്ഷത്രങ്ങളിൽ നിന്നല്ല, വചനത്തിൽ നിന്നാണ് ജ്ഞാനം നേടേണ്ടതെന്ന് ക്രിസ്ത്യാനികളെ സഭകൾ പഠിപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനി തങ്ങളുടെ ജീവിത തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ വ്യക്തിപരമായ മാർഗനിർദ്ദേശത്തിന് പ്രാധാന്യം നൽകണം. ഓരോ വ്യക്തിക്കുമുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലും പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വിശ്വാസികൾക്ക് രാശിചക്രത്തിനപ്പുറം യഥാർത്ഥമായ അർത്ഥം കണ്ടെത്താൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയും. ജ്യോതിഷത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ നിലപാട് വ്യക്തവും അചഞ്ചലവുമാണ്. ബൈബിളിൽ ജ്യോതിഷത്തെ ഒരു തരം ഭാവി കഥനമായി നിരന്തരം അപലപിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും. ദൈവവചനം സംശയത്തിന് ഇടം നൽകുന്നില്ല. ജാതകങ്ങളും നക്ഷത്രാധിഷ്ഠിത പ്രവചനങ്ങളും ക്രിസ്തീയ വിശ്വാസവുമായി പൊരുത്തപ്പെടുന്നില്ല. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം ജ്യോതിശാസ്ത്രത്തെയും പാപമായി കണക്കാക്കുന്ന ഒരു മെറ്റാഫിസിക്കൽ ആചാരമായ ജ്യോതിഷത്തെയും ബൈബിൾ വേർതിരിക്കുന്നു. ഋതുക്കൾ അടയാളപ്പെടുത്തുന്നത് പോലുള്ള പ്രായോഗിക ആവശ്യങ്ങൾക്കായി ദൈവം നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചെങ്കിലും ദൈവം ഒരിക്കലും അവയെ ഭാവി കഥനത്തിനായി ഉദ്ദേശിച്ചിരുന്നില്ല. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മാർഗനിർദ്ദേശം ദൈവവചനത്തിൽ നിന്നാണ്, രാശിചക്രത്തിൽ നിന്നല്ല. വചനം നമ്മുടെ വിളക്കും വെളിച്ചവുമാണെന്ന് സങ്കീർത്തനം 119 105 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നക്ഷത്ര ചാർട്ടുകളിൽ നിന്നല്ല, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം തേടാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ജാതകങ്ങളുടെ ആകർഷണത്തെ ചെറുത്തു നിന്നുകൊണ്ടും ക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പര്യാപ്തത സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ബൈബിൾ സത്യത്തിൽ ഉറച്ചു നിൽക്കാം. ചിലർക്ക് ജാതകം വെറും രസത്തിനു വേണ്ടി മാത്രമായി തോന്നിയേക്കാം. എന്നാൽ ക്രിസ്ത്യാനികൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ദൈവം നിർദ്ദേശിക്കപ്പെടുന്നു. ജാതകങ്ങളുമായി ഇടപഴകുന്നത് അശ്രദ്ധമായി പോലും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. അത് ആത്മീയ വഞ്ചനയിലേക്ക് നയിക്കുന്ന പാപമായി തീരും. ജാതകം പിന്തുടരുന്നത് തെറ്റായ മാർഗനിർദ്ദേശ ആശ്രയത്തിലേക്ക് മനുഷ്യരെ നയിച്ചേക്കാം. ഇത് വിശ്വാസികളെ ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് അകറ്റുവാൻ കാരണമാകുന്നു. ഇത് കൂടുതൽ ആത്മീയ വഞ്ചനയിലേക്ക് വാതിലുകൾ തുറക്കുകയും ഒരാളുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാം. അതിനാൽ ജ്യോതിഷത്തിൽ ആരും വിശ്വസിക്കേണ്ടതില്ല. നാം വിശ്വസിക്കേണ്ടത് സർവവും സൃഷ്ടിച്ച ദൈവത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. ദൈവത്തിനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അവിടുത്തോടാണ് നാം ഉത്തരം തേടേണ്ടതും. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വിഷയം ഈ എപ്പിസോഡോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ജാതകം, ജ്യോതിഷം, ശകുനം, ബർക്കത്ത് എന്നീ കാര്യങ്ങളിൽ ക്രിസ്ത്യാനികളായ നാം വിശ്വസിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ വരുവാനുള്ളത് എല്ലാം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ള കാര്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കുക. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.